അല്ലാഹു തആല വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, സീഡ്സ് അറബിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്പോക്കൺ അറബിക്കാണ് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നും അത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ കാണുക. സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള സംഭാഷണമാണ്. ആര് തമ്മിൽ? ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം. എന്താണ് രോഗിക്കുള്ള രോഗം? പല്ലുവേദനയാണ്. അപ്പോൾ പല്ലുവേദന എടുത്തിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടുള്ള സംഭാഷണം, രോഗിയും ഡോക്ടറും തമ്മിൽ പറയുന്ന സംഭാഷണം, അതെങ്ങനെയൊക്കെയാണ് അറബിയിൽ പറയുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ അതുമായി ഡോക്ടർ ചെല്ലുന്നു. ഡോക്ടർ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. അത് നമുക്കറിയുന്ന വാക്കാണല്ലേ. എന്താണെന്ന് എങ്ങനെ ചോദിക്കും? യശ്ഫി എന്ന് ചോദിക്കും. യശ്ഫി മുഷ്കില എന്ന് ചോദിക്കും. അതിപ്പോൾ നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. യശ്ഫി മുഷ്കില, എന്താണ് പ്രശ്നം? യശ്ഫി മുഷ്കില, എന്താണ് പ്രശ്നം ചോദിക്കും. അപ്പോൾ രോഗി പറയുന്നു, എനിക്ക് ഭയങ്കരമായ പല്ലുവേദന സർ, എനിക്ക് ഭയങ്കരമായ പല്ലുവേദന. എങ്ങനെ പറയാം? സർ, എനിക്ക് ഭയങ്കരമായ പല്ലുവേദന. സർ എന്നതിന് അവിടെ യാ ദുക്തൂർ എന്നതിനെ ഉപയോഗിക്കാം. യാ ദുക്തൂർ ഡോക്ടറെ, യാ സയ്യിദ് എന്നൊക്കെ പറയാറുണ്ട്. യാ സയ്യിദ് എന്നാണ് അറബിയിൽ സർ എന്ന പദത്തിന് ഉപയോഗിക്കാം. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഡോക്ടറെ എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ യാ ദുക്തൂർ എങ്ങനെ വിളിക്കാം? യാ ദുക്തൂർ ഡോക്ടറെ. അന ഇൻദി അലം ശദീദുൽ അസ്നാൻ. അന ഇൻദി അലം ശദീദുൽ അസ്നാൻ. നമുക്കൊന്ന് എഴുതി നോക്കാം. ആരാ പറയുന്നത്? രോഗി പറയാണ്. രോഗി പറയുന്നു, എന്ത് പറയുന്നത്? അന عندي ألم شديد الأسنان. شديد الأسنان. شديد الأسنان. أنا عندي ألم شديد الأسنان. എനിക്ക് ഭയങ്കരമായ പല്ലുവേദന ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ ഡോക്ടർ പറയുന്നു, ശരി, ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുക, പരിശോധിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. എങ്ങനെ പറയാം? തയ്യബ് ജലിസ്ന, അതായത് അദ്ദേഹത്തിൻ്റെ ചെയറിൽ ഇരുത്തണം. അത് നമുക്ക് അത് ഇമ്പോർട്ടൻ്റ്, എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. തയ്യബ് ജലിസ്ന എല്ലാവർക്കും അറിയും. അങ്ങനെ പരിശോധിക്കുന്നു ഡോക്ടർ. പരിശോധിച്ചതിന് ശേഷം പിന്നെ ഡോക്ടർ പറയുന്നു, താങ്കളുടെ പല്ലൊക്കെ കേടാണ്, എന്ത് വേണം? റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറയുന്നു. താങ്കൾക്ക് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണ് എന്ന് ഡോക്ടർ പറയുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹം അറബിയിൽ പറയുക? ആര്? ഡോക്ടർ. തബ്ഗാലക് ഇലാജ് جذور الأسنان. جذور القناة. تبغى لك علاج جذور القناة. تبغى لك علاج جذور القناة. جذور القناة روت كنال. تبغى لك علاج جذور القناة. ആരാ പറയുന്നത്? ഡോക്ടർ പറയണം. تبغى لك علاج جذور القناة. ഇതാണ് കേട്ടോ جذور القناة. تبغى لك علاج جذور القناة.
تبغى لك علاج جذور القناة. جذور എന്നാൽ വേര്, ജുദൂർ എന്നാൽ റൂട്ട്, ഖനാത്ത് എന്നാൽ കനാല്. تبغى لك علاج جذور القناة. تبغى لك താങ്കൾക്ക് ആവശ്യമാണ്, ഇലാജ് ചികിത്സ, ജുദൂറുൽ ഖനാത്ത് റൂട്ട് കനാൽ. റൂട്ട് എന്ന് പറഞ്ഞാൽ ജുദൂർ, റൂട്ട് എന്ന് പറഞ്ഞാൽ വേര് എന്നർത്ഥം, ജുദൂർ റൂട്ട് വേരുകൾ, ഖനാത്ത് പറഞ്ഞാൽ കനാല്. അപ്പോൾ തബ്ഗാലക് താങ്കൾക്ക് ആവശ്യമാണ്, ഇലാജ് ചികിത്സ, ജുദൂറുൽ ഖനാത്ത് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണ് എന്നാര് പറയുന്നു? ആര് പറയുന്നു? ഡോക്ടർ പറയുന്നു. അപ്പോൾ രോഗി ചോദിക്കുന്നു, സർ ഇത് ഭയങ്കര വേദന ഉണ്ടാകുമോ? സർ ഇത് ഭയങ്കര വേദന ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. എങ്ങനെയായിരിക്കും രോഗി ചോദിക്കുക? യാ ദുക്തൂർ ഹാദ മുംകിൻ ഫി അലം ഷദീദ്. യാ ദുക്തൂർ ഹാദ നന്നായി ചികിത്സ, മുംകിൻ ഫി അലം ഷദീദ് യാ ദുക്തൂർ. ആരാ ചോദിക്കുന്നത്? രോഗി ചോദിക്കുകയാണ്. യാ ദുക്തൂർ, യാ ദുക്തൂർ ഹാദ ممكن في ألم شديد. ألم شديد. ألم شديد ഇവിടെ വന്നു. യാ ദുക്തൂർ ഡോക്ടറെ, ഹാദ ഈ ചികിത്സ, മുംകിൻ ഫി ഉണ്ടാകുമോ, അലം ഷദീദ് ഭയങ്കര വേദന. ഡോക്ടറെ ഈ ഈ ചികിത്സ, റൂട്ട് കനാൽ ചികിത്സ ഭയങ്കര വേദന ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് എല്ലാവർക്കും വളരെ സിമ്പിളാണ്, ഇങ്ങനത്തെ വേദന ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക? ലാ ഹാദ ബസീത്ത് ഇൻഷാ അല്ലാഹ്, ലാ ഹാദ ബസീത്ത ഇൻഷാ അല്ലാഹ്, അത് വളരെ സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. എങ്ങനെ പറയാം? ആരാ പറയുന്നു? ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നു ലാ ലാ ഹാദ ബസീത്ത ബസീത്ത ഇൻഷാ അല്ലാഹ്. ലാ ഹാദ ബസീത്ത് ഇൻഷാ അല്ലാഹ്. അപ്പം മനസ്സിലായില്ലേ? അത് വളരെ സിമ്പിളാണ് എന്ന് പറയുന്നു. ആര്? ഡോക്ടർ. ഒന്നുകൂടി നമുക്ക് വായിക്കാം. അപ്പൊ രോഗി ആദ്യം ഡോക്ടർ പറയുന്നു, എന്താ പറയുന്നത്? അന ഇൻദി അലം ഷദീദുൽ അസ്നാൻ, എനിക്ക് ഭയങ്കര പല്ല് വേദന ഉണ്ട്. അന ഇൻദി എനിക്ക് ഉണ്ട്, അലം എന്ന് പറഞ്ഞ വേദന, ഷദീദുൽ അസ്നാൻ പല്ല് വേദന, ഭയങ്കരമായ പല്ല് വേദന. ഷദീദ് പറഞ്ഞ ഭയങ്കരം, അസ്നാൻ എന്ന് പറഞ്ഞ പല്ല്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ പല്ല് വേദന ഉണ്ട് എന്ന് ആര് പറയുന്നു? രോഗി പറയുന്നു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയുന്നു, തബ്ഗാലക് താങ്കൾക്ക് ആവശ്യമാണ്, തബ്ഗാലക് താങ്കൾക്ക് ആവശ്യമാണ്, ഇലാജ് ചികിത്സ, ജുദൂറുൽ ഖനാത്ത് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ രോഗി ചോദിക്കുകയാണ്, യാ ദുക്തൂർ ഡോക്ടറെ, ഹാദ ഈ ചികിത്സ, മുംകിൻ ഫി ഉണ്ടാകുമോ, അലം ഷദീദ് ഭയങ്കര വേദന. അലം എന്ന് പറഞ്ഞ വേദന, ഷദീദ് എന്ന് പറഞ്ഞ ഭയങ്കരം. ഈ ചികിത്സ ഭയങ്കര വേദന ഉണ്ടാകുമോ? അപ്പോൾ ഡോക്ടർ പറയുന്നില്ല, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഹാദ ബസീത്ത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. ഹാദ ബസീത്ത് വളരെ സിമ്പിളാണ്, ഇൻഷാ അല്ലാ എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഇനി അറബി മാത്രം ഒന്നുകൂടി വായിക്കാം. അന ഇൻദി അലം ഷദീദുൽ അസ്നാൻ, എനിക്ക് ഭയങ്കരമായ പല്ല് വേദന ഉണ്ട്. തബ്ഗാലക് ഇലാജ് ജുദൂറുൽ ഖനാത്ത് താങ്കൾക്ക് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണ്. യാ ദുക്തൂർ ഹാദ മുംകിൻ ഫി അലം ഷദീദ് ഡോക്ടർ ഇത് ഭയങ്കരമായ വേദന ഉണ്ടാകുമോ? ലാ ഹാദ ബസീത്ത് ഇൻഷാ അല്ലാഹ് ഇല്ല, അത് വളരെ സിമ്പിളാണ്. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം സാധാരണ ഞാൻ എഴുതാറുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ പരീക്ഷ നോക്കാം. ഏറ്റവും നല്ലത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ നല്ലത് ഈ രീതിയിലാണ്. മലയാളം എഴുതിയാൽ നിങ്ങൾ അത്ര പെട്ടെന്ന് പഠിക്കില്ല. ഇത് അങ്ങനെയാകുമ്പോൾ ശരിക്കും പഠിക്കും. മനസ്സിലായോ?
അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ വെക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട്. താല്പര്യമുള്ള ആളുകൾ കാണുക കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും പറയാനുള്ളതുപോലെ ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് പിന്നെ തൊഴിൽ വൈദഗ്ധ്യത്തോടൊപ്പം തന്നെ ഭാഷയും അത്യാവശ്യമാണ്. ഏതൊരു ഭാഷയും നമുക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ ആ നാട്ടിൽ തന്നെ പോകണം. ഇവിടെ വെച്ച് നമുക്ക് 100% പഠിക്കാൻ കഴിയില്ല. അവിടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. സംസാരിച്ച് പഠിക്കണം. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചു പോയാൽ എന്താകും? ഒന്നുകൂടി സഹായകമാകും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.